ഹലോ. പ്ലസ് വൺ പഠിക്കുമ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട് ഒന്നുമല്ല, ഒരു കോമൺ ഫ്രണ്ട്. അവൾ എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് അവൾ അവളുടെ വഴിക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെ ഞാൻ എൻ്റെ വഴിക്ക് പഠിക്കാനായിട്ട് ഡിഗ്രിക്കൊക്കെ കയറി. പിന്നെ അവളുമായിട്ടൊരു കോൺടാക്റ്റും ഇല്ല. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു നെയിം പെൻഡൻറ്റ്, ഇങ്ങനെ അറബിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതുന്ന നെയിം പെൻഡൻറ്റ്, നെയിം റിങ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ കസ്റ്റമൈസ്ഡ്. അപ്പോൾ ഞാനതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാനത് ആ അക്കൗണ്ടിലോട്ട് തന്നെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ്. അപ്പോൾ ഞാൻ അതിൽ അക്കൗണ്ട് കയറി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഈ പ്ലസ് ടു പഠിച്ച എൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഞാൻ അവൾക്ക് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞ് വാട്സപ്പ് നമ്പർ നാടിയുന്നുണ്ട്, വാട്സപ്പ് നമ്പറിൽ ഞാനും അവളെ കോൺടാക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞ് എനിക്കൊരു റിങ്ങിനും നെയിം എഴുതിയ റിങ്ങിനും എൻ്റെ അനിയത്തിക്കൊരു പെൻഡൻറ്റിനും വേണ്ടിയിട്ട് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇവളെൻ്റെ അടുത്ത് പറഞ്ഞ് പെൻഡൻറ്റിൻ്റെ ഫുൾ പേയ്മെൻറ്റ് ചെയ്യണം, റിങ്ങിൻ്റെത് അഡ്വാൻസ് പേയ്മെൻറ്റ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ഇത് രണ്ടും പിറ്റേ ദിവസം തന്നെ ചെയ്ത് കൊടുത്ത്. അന്ന് തന്നെ ചെയ്തല്ല, ഞാൻ പറഞ്ഞ് നിനക്ക് നാളെ ചെയ്ത് തരാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഇവർക്ക് പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്ത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കാര്യത്തിൽ ആക്സിഡൻറ്റ് പറ്റി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ഓപ്പറേഷന് വേണ്ടി നിന്നപ്പോഴത്തേക്ക് ഇവളെന്നെ വിളിച്ച് എന്നിട്ട് ഇങ്ങനെ പൈസ തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു എൻ്റെ അക്കൗണ്ടിൽ പൈസ കിടക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് എടുക്കാൻ ഇപ്പോൾ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുക, എന്താണെന്ന് അറിയത്തില്ല, ഞാൻ നിനക്ക് എന്തായാലും പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെനിക്ക് പിന്നെ ഇവളെന്നെ വിളിച്ചുകൊണ്ടേ ഇരുന്നു, തന്നേ പറ്റൂ, തന്നാലേ ചെയ്യാൻ പറ്റൂ, ഓർഡർ തന്നേലേ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ എനിക്കിത് തന്നേ പറ്റത്തുള്ളൂ എന്ന് അന്നേരം എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ച്. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം ഇവളെന്നെ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പോൾ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്, ഞാൻ ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞ് അയച്ചു കൊടുത്തിട്ട് ഇവൾ കേൾക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇവൾക്ക് ക്യാഷ് പേ ചെയ്തിട്ട് പിന്നെ ഒരു 2-3 മാസത്തേക്ക് അനക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവൾക്ക് മെസ്സേജ് അയച്ച് സാധനം എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ് അത് പണിഞ്ഞുകൊണ്ടിരിക്കുക, കുറച്ച് താമസമുണ്ട് അത്. എന്നിട്ട് ഞാൻ പൊട്ടെന്ന് വിചാരിച്ചു. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ ഇവൾക്ക് മെസ്സേജ് അയക്കും സാധനം എന്തേ എന്നും ചോദിച്ച്. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.